നമ്മുടെ പണ്ടത്തെ വീടുകളിലെ തൊടികളിലും മുറ്റത്തുമൊക്കെ ഉണ്ടായിരുന്ന അവിഭാജ്യ ഘടകമായ ഈ മൈലാഞ്ചി ചെടി എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. പണ്ട് കൈകളിൽ ചുവപ്പ് പടർത്താനും കല്യാണങ്ങൾക്കും മാത്രമല്ല, മുടിക്ക് ആരോഗ്യവും കറുപ്പു നിറവും നൽകാനും ഏറ്റവും നല്ലത് ഈ നാടൻ മൈലാഞ്ചി തന്നെയാണ്. ഇന്ന് നമ്മൾ ഈ ചെടിയിലെ ഇലകൾ പറിച്ച് മുടിക്ക് ആവശ്യമായ മറ്റ് ചില പ്രകൃതിദത്ത ചേരുവകളും ചേർത്ത് ഒരു കിടിലൻ ഹെന്ന തയ്യാറാക്കാൻ പോവുകയാണ്. അതും അമ്മിയിൽ അരച്ചെടുത്ത നാടൻ മൈലാഞ്ചി കൊണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. എല്ലാവർക്കും സബന്യാസ് വ്ലോഗിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. മുടി കൊഴിച്ചിലിനും മുടിക്ക് നല്ല കളർ കിട്ടാനുമൊക്കെ നമ്മൾ പുറത്തു നിന്നും ഹെന്ന പാക്കറ്റുകൾ വാങ്ങാറുണ്ട്. എന്നാൽ അവയിൽ കെമിക്കലുകൾ ഉണ്ടാവുമോ എന്ന ഭയം പലർക്കുമുണ്ട്. ഇന്ന് നമ്മൾ ഈ ചെടിയുടെ ഇലകൾ ഉപയോഗിച്ച് യാതൊരു കെമിക്കലുകളും ഇല്ലാതെ വീട്ടിൽ തന്നെ പ്രകൃതിദത്തമായ രീതിയിൽ ഒരു ഹെന്നക്കൂട്ട് ഉണ്ടാക്കുകയാണ്. കറിവേപ്പിലയും മുട്ടയുടെ വെള്ളയുമൊക്കെ ചേർത്തുള്ള എൻ്റെ ഈ സ്പെഷ്യൽ ഹെന്ന എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകളാണ് മൈലാഞ്ചി ഇല, ചായപ്പൊടി, കറിവേപ്പില, മുട്ട. ആദ്യമായി വേണ്ടത് നല്ല ഫ്രഷ് മൈലാഞ്ചി ഇലയാണ്. ഞാനിത് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. മുടിക്ക് നല്ലൊരു നാച്ചുറൽ കളർ നൽകാൻ ഇത് സഹായിക്കും. രണ്ടാമതായി വേണ്ടത് ചായപ്പൊടി വെള്ളത്തിലിട്ട് നന്നായി തിളപ്പിച്ചാറിയതിന് ശേഷം അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുത്തത്. ഹെന്നയ്ക്ക് നല്ലൊരു കടുപ്പമുള്ള നിറം കിട്ടാൻ ഇത് സഹായിക്കും. മൂന്നാമതായി കറിവേപ്പിലയാണ്. മുടി തഴച്ചു വളരാനും മുടിയുടെ കറുപ്പ് നിറം നിലനിർത്താനും കറിവേപ്പിലയോളം നല്ലൊരു മരുന്ന് വേറെയില്ല. അവസാനമായി മുട്ടയുടെ വെള്ള. മുടിക്ക് നല്ലൊരു കണ്ടീഷണറായി പ്രവർത്തിക്കാനും മുടിക്ക് നല്ല തിളക്കം നൽകാനും ഇത് സഹായിക്കും. ആദ്യം നമ്മൾ പറിച്ചെടുത്ത ഫ്രഷ് മൈലാഞ്ചി ഇലകൾ അമ്മിയിൽ വെച്ച് നന്നായി അരച്ചെടുക്കാം. മിക്സിയിൽ അരയ്ക്കുന്നതിനേക്കാൾ ഗുണവും നിറവും കിട്ടാൻ എപ്പോഴും അമ്മിയിൽ അരയ്ക്കുന്നതാണ് നല്ലത്. വെള്ളം ഒട്ടും ചേർക്കാതെ വേണം ഇത് അരയ്ക്കാൻ. നമ്മുടെ ഹെന്നക്കൂട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മുട്ടയുടെ വെള്ളയിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ഈ നാടൻ ഹെന്നക്കൂട്ട് മുടിയിൽ തേച്ച് പിടിപ്പിക്കണം. ആദ്യമേ മുടിയിൽ അധികം എണ്ണമയം ഇല്ലാതെ നോക്കണം. എണ്ണ ഉണ്ടെങ്കിൽ ഹെന്നയുടെ ഗുണം മുടിയിലേക്ക് പൂർണ്ണമായി കിട്ടില്ല. അതുകൊണ്ട് മുടി നന്നായി ഉണങ്ങിയതിന് ശേഷം വേണം ഇത് തേക്കാനായിട്ട്. മുടി ഓരോ ചെറിയ ഭാഗങ്ങളായി എടുത്ത് വേരുകൾ മുതൽ അറ്റം വരെ നന്നായി തേച്ച് പിടിപ്പിക്കുക. മുഴുവനായി തേച്ച് കഴിഞ്ഞാൽ മുടി നന്നായി മുകളിലേക്ക് ഉയർത്തി കെട്ടിവെക്കാം. ഇത് ഉണങ്ങി താഴെ വീഴാതിരിക്കാൻ
ഒരു ഷവർ ക്യാപ്പോ അല്ലെങ്കിൽ ഒരു കവറോ ഉപയോഗിച്ച് കവർ ചെയ്യുന്നതാണ് നല്ലത്. കുറഞ്ഞത് അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഇത് മുടിയിൽ വെക്കാവുന്നതാണ്. അതിനുശേഷം വെറും പച്ചവെള്ളത്തിൽ മുടി നന്നായി കഴുകുക. ഹെന്ന ഇട്ട ദിവസം ഷാമ്പു ഉപയോഗിക്കരുത്. അപ്പോൾ നമ്മുടെ ഈ സിമ്പിൾ നാടൻ ഹെന്നക്കൂട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മുടി തഴച്ചു വളരാനും നല്ല നിറം കിട്ടാനും ഇത് ആഴ്ചയിലോ 2 ആഴ്ചയിലോ ഒരിക്കൽ പരീക്ഷിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുമ്പോഴേക്കും ബൈ ഫ്രം സബന്യാസ് വ്ളോഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്.